ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേൽസ് ഓഫ് കിച്ചി എന്ന നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കിച്ചിയുടെ നിധിയുടെയും കൂടെ അവരുടെ കസിൻ ബ്രദർ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഓൾമോസ്റ്റ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് പപ്പയും മമ്മിയും ജസ്റ്റിനും ജെറിനും ഫാമിലിയായിട്ട് ഒന്നിക്കുന്നത്. ഈ കൂടിച്ചേരൽ കൂടുതൽ ഒരു മനോഹരമാക്കാൻ വേണ്ടി ഞങ്ങൾ ഐലോവേഴ്സിലേക്കൊരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐലോവേറ്റിൻ്റെ ഏറ്റവും ഫേമസ് ആയ നീഡിൽ ലാൻഡ്മാർക്ക് അട്രാക്ഷനിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഫെറി വഴിയാണ് അവിടേക്ക് പോകുന്നത്. നിധിക്കുട്ടിയുടെ മാത്രമല്ല ഏതും കൂട്ടൻ്റെയും ഫസ്റ്റ് ഫെയർ തന്നെയാണിത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പലപ്പോഴും ഇവിടേക്ക് യാത്ര ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പം അവരെയും കൊണ്ടൊക്കെ ഞങ്ങൾ പോകാറുള്ളൊരു സ്ഥലമാണിത്. എന്താ പറയുക, ഏറ്റവും ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ അതുമാത്രമല്ല, അങ്ങോട്ടുള്ള ട്രാവലിംഗ് കൂടെ നമുക്കൊരുപാട് ഇഷ്ടപ്പെടുന്നൊരു യാത്രയാണ്. ഇതുവരെ ഫെറിയിലൊന്നും കയറാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രീ ബുക്ക് ചെയ്യുന്ന ഒരു താമസമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വെഹിക്കിൾസൊക്കെ നമ്മുടെ വെഹിക്കിൾസാണ് നമ്മൾ ഈ ഫെറിയിൽ നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും അവിടെ പോകുന്നത് വളരെ എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് പോകുന്നത്. ഏതെങ്കൂട്ടനും കിച്ചിയൊക്കെ ആണെങ്കിലും വളരെ എൻജോയ് ചെയ്തു. നമുക്ക് ഫെറിയുടെ ഉൾവശമൊക്കെ നിങ്ങൾക്ക് കാണാം. നമുക്ക് എന്താണ്, കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട്, സോഫ്റ്റ് പ്ലേ ഏരിയാസ് ഉണ്ട്, പിന്നെ കഫറ്റേരിയയും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. നമുക്ക് അകത്തിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം, പുറത്ത് ഇറങ്ങിപ്പോയിരിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആകുന്നത് ഞങ്ങളുടെ ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ കാണുമ്പോഴാണ്. ഐലോവൈറ്റിൻ്റെ മോസ്റ്റ് ഐക്കണിക് സൈറ്റ്സിലൊന്നും ബ്രിട്ടനിലെ ഒരു യുണീക്ക് പാർട്ടുമാണ് നീഡിൽസ്. നീഡിൽസിൽ ഫാമിലി ഫൺ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അതുപോലെ നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, കഫേകൾ, റെസ്റ്റോറൻറ്റ്സ്, അതുമാത്രമല്ല സ്കൈസ് ഫൈവർക്ക് ഡിസ്പ്ലേസ് പോലെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇവിടെയുണ്ട്. മെയിനായിട്ടും ഈ ഐക്കണിക് ചെയർ ലിഫ്റ്റ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ചിൽഡ്രന് റൈഡ്സ് ഉണ്ട്, ബോട്ട് ട്രിപ്സ് ഉണ്ട്, പിന്നെ ഒരു സ്വീറ്റ് മാനുഫാക്ചറിംഗ് ഉണ്ട് ഇവിടെ, ഒരു സാധനം ഷോപ്പുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതനും നിധിയും കിച്ചിയൊക്കെ ഇഷ്ടപ്പെട്ട ഡൈനോ ജീപ്പ് സഫാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തായിരുന്നു. പിന്നെ കുട്ടികൾ, തീരെ കുഞ്ഞു കുട്ടി നിധി ഒഴികെ ബാക്കി 2 പേരും ചെയർ ലിഫ്റ്റിൽ പേരൻസിൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. ചെയർ ലിഫ്റ്റ് കുറച്ചൊരു റിസ്ക്കിയാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും, അതിന് പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി മെഷേഴ്സൊന്നുമില്ല. പക്ഷെ നമ്മൾ വീഴില്ല. പക്ഷെ ഒത്തിരി ഹൈറ്റുണ്ട്, സ്പീഡ് അധികമില്ല. പക്ഷേ ഇതിൽ നമുക്ക് കയറി കഴിയുമ്പം കിട്ടുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞാൽ തീരില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. അത്
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.